ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ലത്തീൻ സഭയിൽ ജനാഭിമുഖം ലിസിറ്റ്, സുറിയാനി സഭയിൽ ജനാഭിമുഖം ഇല്ലിസിറ്റ്. ഇതെന്ത് കഥ? ഒരു സഭയിൽ ജനാഭിമുഖം ചൊല്ലിയാൽ അത് സാധുവാണ്, നിയമാനുസൃതമാണ്. മറ്റൊരു സഭയിൽ ജനാഭിമുഖ കുർബാന ചൊല്ലിയാൽ അത് സാധുവാണെങ്കിലും ഇല്ലിസിറ്റാണ്, നിയമാനുസൃതമല്ല. സഭ പ്രപ്പോസ് ചെയ്തിരിക്കുന്ന, നിർദ്ദേശിച്ചിരിക്കുന്ന അല്ലെങ്കിൽ കൽപ്പിച്ചിരിക്കുന്ന രൂപമനുസരിച്ചല്ല അവർ ചെയ്യുന്നത്. ഉള്ളടക്കത്തിൽ തെറ്റില്ലെങ്കിലും രൂപം ശരിയല്ല. അതുകൊണ്ട് തന്നെ അത് സഭയുടെ മുമ്പിൽ നിയമാനുസൃതമല്ല. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ രണ്ട് തരത്തിൽ? ലത്തീൻ സഭയിൽ ജനാഭിമുഖം നിയമാനുസൃതവും സുറിയാനി സഭയിൽ ജനാഭിമുഖം നിയമാനുസൃതമല്ലാതിരിക്കുന്നതും എന്തുകൊണ്ട്? ഒറ്റ ഉത്തരം ഞാൻ പറയാം. മത്തായിയുടെ സുവിശേഷം 16-ാമത്തെ അധ്യായം 19-ാമത്തെ വാക്യത്തിൽ ഈശോ മിശിഹ പത്രോസിനോട് പറയാണ്, സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ ഞാൻ നിനക്ക് നൽകുന്നു. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ. അതിന് തൊട്ട് മുമ്പ് പത്രോസാകുന്ന പാറമേൽ ഞാനൊരു സഭ സ്ഥാപിക്കുമെന്ന് പറഞ്ഞിട്ടാണ് സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ ഞാൻ നിനക്ക് നൽകുമെന്ന് ഈശോ പത്രോസിനോട് പറയുന്നത്. നോക്കൂ, ഇത് സഭയുടെ താക്കോലുകളല്ല, സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകളാണ്. ഗ്രീക്കിൽ ടാസ് ക്ലെയ്ദാസ് ടേസ് ബാസിലെയ്യാസ് എന്നാണ്. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകളാണ്, സ്വർഗരാജ്യത്തിൻ്റെ. അപ്പോൾ ഈ സഭയുടെ താക്കോലുകളല്ല. എന്ന് വെച്ചാൽ പത്രോസ് ഇനി മുതൽ വെറുമൊരു ശിഷ്യനോ അപ്പസ്തോലനോ അല്ല, സഭയാകുന്ന സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ കൈവശമുള്ള തലവനാണ്. സഭയാകുന്ന സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ കൈവശമുള്ളവൻ. പത്രോസാകുന്ന പാറമേൽ ഞാൻ സഭ സ്ഥാപിക്കും എന്ന് പറഞ്ഞിട്ടാണ് സ്വർഗരാജ്യത്തിൻ്റെ താക്കോല് നൽകുന്ന പറയണേ. അപ്പോൾ സഭയാകുന്ന സ്വർഗരാജ്യത്തിൻ്റെ താക്കോല് കൈവശമുള്ളത് ആരാണ്? സഭാ തലവന്റെ കയ്യിലാണ്. സഭയെ സ്വർഗരാജ്യം എന്ന് യേശു വിശേഷിപ്പിക്കുകയാണ്. ഈശോയുടെ തിരുവുത്ഥാനത്തിനും ദ്വിതീയാഗമനത്തിനും ഇടയിലുള്ള കാലയളവിൽ മനുഷ്യവംശത്തിന്റെ രക്ഷയ്ക്കായി മധ്യസ്ഥം വഹിക്കാനുള്ളവളാണ് സഭ, കത്തോലിക്ക സഭ. ആ സഭയുടെ പ്രബോധന അധികാരത്തിന്റെയും ഭരണാധികാരത്തിന്റെയും നേതൃപദവിയുടെയും ചിഹ്നമാണ് ഈ താക്കോലുകൾ. ലൂക്കാസ് 11:52 സൂചനയുണ്ട്. സഭയുടെ മുഖ്യ പ്രബോധകനായി പത്രോസിനെ ഈശോ വാഴിക്കുകയാണ്. അത് പത്രോസ് എന്ന വ്യക്തിക്ക് വ്യക്തിപരമായി നൽകുന്നതാണോ? അവന്റെ കുടുംബത്തിന് വേണ്ടിയാണോ? അല്ല, സഭയ്ക്ക് വേണ്ടിയാണ്. അതിനാൽ തന്നെ ഈ പ്രബോധന അധികാരവും മറ്റധികാരങ്ങളും പത്രോസിന്റെ പിൻഗാമികൾക്കുള്ളതാണ്. പത്രോസിന്റെ ഈ ഉദ്യോഗമാണ് അവന്റെ പിൻഗാമികളായ മാർപ്പാപ്പമാരുടെ ലോകാവസാനം വരെ തുടരുന്നത്. അപ്പൊ ഈ താക്കോലുള്ളത് ആരാ? സ്വർഗത്തിൽ താക്കോൽ ആരുടെ കയ്യില? മാർപ്പാപ്പയുടെ കയ്യില. തുറക്കണോ അടയ്ക്കണോ, അനുവദിക്കണോ അനുവദിക്കണ്ടേ, ഇതൊക്കെ നിശ്ചയിക്കുന്ന ആരാ? ഈ സ്വർഗരാജ്യത്തിന്റെ താക്കോല് കൈവശമുള്ള മാർപ്പാപ്പയാണ്. അതിലേക്ക് ഞാൻ ഒന്നുകൂടി വരാം. മുകളിൽ ഈ ടെക്സ്റ്റിന് മുകളിൽ നരക കവാടങ്ങൾ എന്ന് ബഹുവചനത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. ഇവിടെ സ്വർഗരാജ്യത്തിന് താക്കോലുകൾ എന്നും ബഹുവചനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നു. നരക കവാടങ്ങൾ എന്ന് ബഹുവചനത്തിൽ, സ്വർഗരാജ്യത്തിന് താക്കോലുകൾ എന്ന് ബഹുവചനത്തിൽ. രണ്ടും തമ്മിലൊരു ബന്ധം കാണുകയാണ്. അതിശക്തനായ യേശു, അതായത് പിശാചിനേക്കാൾ ശക്തനായ യേശു പാതാളത്തിലേക്ക് ഇറങ്ങുകയും ശക്തനായ സാത്താനെ ബന്ധിച്ച്, അത് മത്തായി 12:19 പറയുന്നുണ്ട്, മരണത്തിന്റെയും നരകത്തിന്റെയും താക്കോലുകൾ ഈശോ കൈക്കലാക്കും ചെയ്തു. വെളിപാട് 1:18. ഇപ്പോൾ രണ്ടിന്റെയും താക്കോലുകൾ യേശുവിന്റെ കയ്യിലാണ്. സ്വർഗരാജ്യത്തിന്റെ താക്കോലും നരകത്തിന്റെ താക്കോലും. ഈ സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ പത്രോസിന് കൈമാറുന്നു. നരകത്തിന്റെ താക്കോല് കർത്താവ് കൈവശം വെച്ചിരിക്കുന്നു. വെളിപാട് 1:18. ഈ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ പത്രോസിന് കൈമാറുമ്പോൾ അതുപയോഗിച്ച് നരക കവാടങ്ങൾ തുറന്ന് പാതാളത്തിൽ പിടിച്ചു വെക്കപ്പെട്ടിരിക്കുന്നെങ്കിലും സ്വർഗരാജ്യത്തിന് യോഗ്യരായ ആളുകളെ വിമോചിപ്പിക്കാൻ പത്രോസിന് അധികാരം നൽകിയിരിക്കുന്നു. ഇതിനാണ് നമ്മൾ ദണ്ഡവിമോചനം എന്നൊക്കെ നമ്മൾ പറയണേ. അത് ഈ ജൂബിലി മത്സരത്തിൽ നമുക്ക് നൽകപ്പെടുകയും ചെയ്തിരിക്കുന്നു. സ്വർഗരാജ്യത്തിൽ താക്കോൽ പത്രോസിന്റെ കൈവശാണ്. ഇനി ഈ താക്കോലുകൾ ഒന്നുകൂടി നമുക്ക് ആഴത്തിൽ പഠിക്കാം. പഴയ നിയമത്തിൽ ദാവീദിന്റെ സാമ്രാജ്യത്തിൽ രാജാവ് മന്ത്രിസഭയ്ക്ക് രൂപം കൊടുക്കുന്നു. ചില ഉത്തരവാദിത്തങ്ങൾ മന്ത്രിമാർക്ക് കൈമാറുന്നു. 1 രാജാക്കന്മാർ 4:1 മുതൽ 6 വരെ, 2 രാജാക്കന്മാർ 18:37. ഈ മന്ത്രിസഭയിലെ പ്രധാനമന്ത്രിയെ വളരെ ഉന്നതമായ സ്ഥാനത്തേക്ക് ഉയർത്തുകയും രാജാവിന് തൊട്ട് താഴെ രാജ്യത്തെ രണ്ടാമനെ വാഴിക്കുകയും ചെയ്തിരുന്നു. പ്രാചീന പൗരസ്ത്യ ദേശത്തെ സാമ്രാജ്യങ്ങളെല്ലാം ഈ സംവിധാനം നിലനിന്നിരുന്നു. ഉൽപ്പത്തി 41:39-43. ജോസഫ് ഈജിപ്തിലെ പ്രധാനമന്ത്രിയായല്ലോ. എസ്തർ 3:1-2 പേർഷ്യ സാമ്രാജ്യത്തിൽ. രാജകൊട്ടാരത്തിന്റെ താക്കോലുകൾ ഷെബ്ന എന്ന് പറയുന്ന ആൾ സ്വീകരിക്കുന്നത് യെശയ്യാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യെശയ്യായുടെ പുസ്തകം 22:20. രാജകൊട്ടാരത്തിന്റെ താക്കോലുകൾ. ചക്രവർത്തിയുടെ തൊട്ട് താഴെയുള്ള രണ്ടാമനാണ് ഈ ഷെബ്ന എന്ന് പറയുന്ന ആള്. ഈ യെശയ്യാ ഗ്രന്ഥത്തിൽ തിരുവചനത്തെ സ്മരണയിൽ കൊണ്ടുവന്നാണ്
ഈശോ സ്വർഗ്ഗത്തിൻ താക്കോലുകൾ പത്രോസിന് കൈമാറുന്നത്. യെശയ്യാ 22:15-25, 22 അധ്യായമുണ്ട്. പിന്നെ 22 വാക്യം. പിന്നെ ഇയ്യോബിന്റെ പുസ്തകം 12:14. ഈ ഭവനത്തിന്റെ താക്കോൽ, അതായത് ദാവീദ് രാജ്യമാണ് ഭവനം എന്ന് പറയണേ. ദാവീദിന്റെ സാമ്രാജ്യം, ആ ഭവനത്തിന്റെ താക്കോല് കൈമാറിക്കൊണ്ട് ഈശോ തന്റെ പിൻഗാമിയായി പത്രോസിനെ പ്രധാനമന്ത്രിയുടെ ഉദ്യോഗം ഏൽപ്പിക്കുകയാണ്. ഇതാണ് സ്വർഗ്ഗരാജ്യത്തിന്റെ താക്കോല് കൈമാറെന്ന് പറഞ്ഞാൽ. ഈശോയാണ് ദാവീദ് ആത്മജനായ രാജാവ്, നമുക്കതൊക്കെ അറിയാം. അവൻ തന്റെ മന്ത്രിസഭയിലെ സ്വർഗ്ഗരാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി പത്രോസിനെ നിയമിച്ച് വാഴിച്ച് താക്കോലുകൾ കൈമാറുക, സ്വർഗ്ഗരാജ്യത്തിന്റെ താക്കോല് കൈമാറുക. സഭയിലെ രാജകൊട്ടാരത്തിന്റെ അധിപനായി പത്രോസിനെ ഈശോ നിയമിക്കുകയാണ്. യെശയ്യാ പാഠത്തിൽ എന്ന പോലെ ഇവിടെ പ്രധാനമന്ത്രി സ്ഥാനം പത്രോസിനും അവന്റെ പിൻഗാമികൾക്കും കൊടുത്തിരിക്കുകയാണ്. സ്വർഗ്ഗരാജ്യം നിലനിൽക്കുന്ന കാലത്തോളം ഈ ഉദ്യോഗവും നിലനിൽക്കും. സ്വർഗ്ഗരാജ്യം താക്കോലുകൾ കിട്ടിയിട്ടുള്ള പത്രോസും പിൻഗാമികളും ക്രിസ്തുവിന്റെ രാജകീയ അധികാരം കൈകാര്യം ചെയ്യുകയും പ്രാബല്യത്തിൽ വരുത്തുകയും ചെയ്യുന്നു. വെളിപാട് 1:18-3:7. അപ്പോൾ നമുക്ക് കൺക്ലൂഷൻ എടുക്കാം. സ്വർഗ്ഗരാജ്യത്തിൽ താക്കോല് കൈവശമുള്ളത് ആരുടെ കയ്യില? സഭാതലവൻ. തുറക്കുന്നതും അടയ്ക്കുന്നതും ഏത് സഭയിലാണ് ലിസിറ്റ്, ഏത് സഭയിലാണ് ഇല്ലിസിറ്റ് എന്നെല്ലാം പ്രഖ്യാപിക്കാനുള്ള അധികാരം, ആ വിശുദ്ധമായ ഉത്ഭവമുള്ള ഹൈറാർക്കി ഉള്ളത് ഈ പത്രോസിന്റെ സ്ഥാനത്തേക്ക് മാർപ്പാപ്പയ്ക്കും പിന്നെ മാർപ്പാപ്പ അനുവദിച്ച് കൊടുക്കുന്ന സഭാതലവനോ മെത്രാൻസിനോ അവർക്കുള്ളതാണ്. കാര്യം മനസ്സിലായോ? അപ്പൊ ഈ ആരാണ് തീരുമാനമെടുക്കുന്നത്? സഭയാണ്. ഈ വിശുദ്ധമായ ഉത്ഭവമുള്ളതാണ് ഈ ഹൈറാർക്കി എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു കഴിഞ്ഞു. അങ്ങനെ സ്വർഗ്ഗരാജ്യത്തിൽ താക്കോലുകൾ കൈവശമുള്ള മാർപ്പാപ്പ ഏതാണ് ഇല്ലിസിറ്റ് എന്നൊക്കെ പ്രഖ്യാപിക്കാനുള്ള അധികാരം ചിലരെ ചുമതലപ്പെടുത്തുന്നു. ആ സഭയുടേതാണ് ഈ ലിറ്റർജി. ഈ സഭയുടെ ലിറ്റർജി എന്ന് പറയുമ്പോൾ പലർക്കും മനസ്സിലാകാതെ പോകുന്നൊരു കാര്യം, ഞാൻ 2 കാര്യങ്ങൾ ചോദിക്കട്ടെ. ഉത്ഥാനം ചെയ്ത കർത്താവ് ഉയർപ്പ് നാളിൽ ചെയ്ത കാര്യം എന്താണ്? എമ്മാവുസിലേക്ക് പോകുന്ന വഴിയിൽ വചനം വ്യാഖ്യാനിച്ചു, അവിടെ ചെന്ന് അപ്പം മുറിച്ചു. അപ്പം മുറിക്കൽ യഹൂദന്മാരുടെ അപ്പം മുറിക്കലാണല്ലോ, അത് ഈശോയുടെ അപ്പം മുറിക്കലാണ്. അപ്പം മുറിച്ചപ്പോൾ അവർ കണ്ണുകൾ തുറന്നു, അവർ അവന് തിരിച്ചറിഞ്ഞെന്നാണ്. അത് കുർബാനയല്ലേ? യഹൂദരുടെ സാധാരണ അപ്പം മുറിക്കലാണെങ്കിൽ ഈ ഉത്ഥിതനെ തിരിച്ചറിയുമായിരുന്നോ? അപ്പോൾ ഉത്ഥാനം ചെയ്ത ദിവസം, ഉയർപ്പ് നാളിൽ ഈശോ ചെയ്തത് വചന വ്യാഖ്യാനവും അനാഫറ എന്ന് പറഞ്ഞ ലിറ്റർജിയുമാണ്. അതിന് മൽക്കയാണ് ഉപയോഗിച്ചതെന്നൊക്കെ ഞാനത് മുമ്പൊരു വ്യാഖ്യാനം നൽകിയിട്ടുണ്ട്, നിങ്ങൾ പലരും കണ്ടിട്ടുണ്ട്. ഈ ആദ്യത്തെ സുവിശേഷം എഴുതപ്പെടുന്ന എപ്പോഴാണ്? 60കളിൽ. പൗലോസ് ലേഖനം എഴുതി തുടങ്ങുന്നത് 50കളിൽ. ഈശോ മരിച്ചത് 33. ഈ 33 മുതൽ 50ലാണ് പൗലോസ് ബൈബിളിൽ പുതിയ നിയമത്തിൽ ആദ്യത്തെ പുസ്തകങ്ങൾ എഴുതുന്നത് പൗലോസാണ്, 50കളിൽ. അപ്പോൾ ഈ 33 മുതൽ 17 കൊല്ലം 50കൾ വരെ എന്തായിരുന്നു വചനം? എവിടെയായിരുന്നു വചനം? സഭയുടെ ലിറ്റർജിയിൽ, പിന്നെ വാമൊഴിയായി സുവിശേഷ പ്രഘോഷണത്തിൽ. അപ്പൊ ആദ്യം ഉണ്ടായത് എന്താണ്? ഉത്ഥാനം ചെയ്ത കർത്താവ് ആദ്യം ഉദ്ഘാടനം ചെയ്യുന്നതാണ് ലിറ്റർജിയാണ്, കുർബാനയാണ്. വചന വ്യാഖ്യാനവും അനാഫറയും. ഉത്ഥാനം ചെയ്ത ദിവസം തൊട്ട് 17 വർഷം അത് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. 17 വർഷം കഴിഞ്ഞിട്ടാണ് ആദ്യത്തെ ഗ്രന്ഥങ്ങൾ രചിക്കപ്പെടുന്നത് പോലും. അപ്പോൾ ലിറ്റർജിയാണ് ഉത്ഥാനം ചെയ്ത ദിവസം, ഉയർപ്പ് നാളിൽ കർത്താവ് ചെയ്ത ആദ്യത്തെ കാര്യം. പിന്നെ 40 ദിവസത്തേക്ക് അത് ഇവൻ ആവർത്തിച്ചുവെന്ന് സ്ലീഹന്മാരുടെ നടപടി പുസ്തകം 1-ാമത്തെ അധ്യായം 3 മുതൽ 4 വരെ വാക്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ വളരെ വിശദമായി ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ലിറ്റർജിയിലാണ് ഈ സഭയുടേതാണ് ലിറ്റർജി, ഈശോ നൽകുന്ന ലിറ്റർജി, ഈശോയിലാണ് ഉത്ഭവം. ഇതിനാണ് ഹൈറാർക്കി എന്ന് പറഞ്ഞത്, വിശുദ്ധമായ ഉത്ഭവം. ലിറ്റർജിയുടെ വിശുദ്ധമായ ഉത്ഭവം, അതാണ് ഹൈറാർക്കി. അപ്പോൾ ആരാണ് ഈ ലിറ്റർജിയുടെ രീതികൾ നിശ്ചയിക്കുന്നത്? സഭയാണ്, ഓരോ വ്യക്തിയുമല്ല. വിശുദ്ധമായ ഉത്ഭവമുള്ള തിരുവചനമാണെങ്കിലും ലിറ്റർജി ആണെങ്കിലും അത് എങ്ങനെ, ഏത് സഭയിൽ എങ്ങനെ വേണമെന്ന് സഭയാണ് നിശ്ചയിക്കുന്നത്. ഓരോ അച്ഛനും നിശ്ചയിക്കാൻ കഴിയില്ല, ഓരോ മെത്രാനും നിശ്ചയിക്കാൻ കഴിയില്ല. കാര്യം മനസ്സിലായോ? അപ്പോൾ ലത്തീൻ സഭയിൽ ജനാഭിമുഖം ഉണ്ടായത് തെറ്റിദ്ധരിച്ചിട്ടാണെന്ന് ഞാൻ 100,000 വട്ടം പറഞ്ഞിട്ടുണ്ട്. ഈ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ലിറ്റർജിയുടെ ആത്മാവ് എന്ന് പറഞ്ഞിട്ടുള്ള ബെനഡിക്ട് മാർപ്പാപ്പയുടെ പുസ്തകമുണ്ട്. 2-ാമത്തെ സുനോദോസിൽ തെറ്റിദ്ധരിച്ചിട്ടാണ് ലത്തീൻ സഭയിലും ജനാഭിമുഖ കുർബാന തുടങ്ങിയെന്ന് അദ്ദേഹം വളരെ വളരെ വ്യക്തമായിട്ട് തെളിവുകൾ സഹിതം പറഞ്ഞിട്ടുണ്ട്. ഞാനും പറഞ്ഞിട്ടുണ്ട്, അനേകം വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടാണ് ലോകം മുഴുവൻ വന്നു കഴിഞ്ഞപ്പോൾ അത് തിരുത്താൻ പറ്റാത്ത തരത്തിലാണ് നിൽക്കുകയാണിപ്പോൾ. സുറിയാനി സഭയിൽ ആ തെറ്റിദ്ധാരണ വന്നു, അത് കബളിപ്പിച്ചാണ് വന്നത്, അല്ലാതെ പൗരത്വ സഭയിൽ 2-ാമത്തെ സുനോദോസ് തെറ്റിദ്ധരിച്ചുകൊണ്ട് വന്നതല്ല. പാറക്കെട്ടിൽ പിതാവ് കബളിപ്പിച്ച് നേടിയതാണ്. അത് കബളിപ്പിക്കപ്പെട്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ റോം തിരുത്താൻ തുടങ്ങി. ഈ എന്തുകൊണ്ടാണ് പൗരത്വ സഭകൾ ഇത്ര പ്രാധാന്യം?
ഈ നമ്മുടെ ആദ്യത്തെ സൂനദോസുകളൊക്കെ എവിടെയായിരുന്നു? പൗരസ്ത്യ നാട്ടിലായിരുന്നു. എഫേസസ് സൂനദോസ് ആണെങ്കിലും കാൽസൺ സൂനദോസ് ആണെങ്കിലും എല്ലാം പൗരസ്ത്യ നാട്ടിലായിരുന്നു. അതുപോലെ തന്നെ സഭയുടെ വിശ്വാസ പ്രമാണങ്ങൾ രൂപപ്പെട്ടത് പൗരസ്ത്യ നാട്ടിലാണ്. ഈ ദൈവശാസ്ത്രത്തിന്റെ, നിങ്ങൾക്ക് ബെനഡിക്ട് മാർപ്പാപ്പയുടെ പുസ്തകം വായിച്ചാൽ അറിയാം, ഈ ദൈവശാസ്ത്രത്തിന്റെ ആഴങ്ങളിലേക്ക് പോയത് പൗരസ്ത്യ നാട്ടിലാണ്. അപ്പോൾ ഈ കർത്താവിശ്വസിച്ച പൗരസ്ത്യ നാട്ടിലാണ് ജനിച്ചത്, പാശ്ചാത്യ നാട്ടിലല്ല. അപ്പോൾ പൗരസ്ത്യ നാട്ടിലാണ് ഈ രക്ഷയുടെ ഉത്ഭവം, രക്ഷകന്റെ ഉത്ഭവം, ദൈവശാസ്ത്രത്തിന്റെ ഉത്ഭവം, വചനത്തിന്റെ ഉത്ഭവം. അതുകൊണ്ട് നമ്മളാണ് എല്ലാത്തിനും മുൻപന്തിയിൽ നിൽക്കേണ്ടത്. പൗരസ്ത്യ സഭകളാണ് മുൻപന്തിയിൽ നിൽക്കേണ്ടത്. ലത്തീൻ സഭ പോലും പൗരസ്ത്യ സഭകളിൽ നിന്നാണ് സ്വീകരിക്കേണ്ടത്. അപ്പം നമ്മൾക്ക് ഈ ജനാഭിമുഖം ലത്തീൻ സഭയിൽ പോലും തെറ്റിദ്ധരിക്കപ്പെട്ടതാണെങ്കിൽ സീറോ മലബാർ സഭയിൽ അത് കബളിപ്പിച്ച് നേടിയതാണ്. അത് തിരുത്തുകയും നമ്മൾ മറ്റ് സഭകൾക്ക് മാതൃകയായി നിൽക്കുകയും വേണം. കാരണം രക്ഷയുടെ ഉത്ഭവവും രക്ഷകന്റെ ഉത്ഭവവും അതുപോലെ തന്നെ ദൈവശാസ്ത്രത്തിന്റെ ഉത്ഭവവും വിശ്വാസ പ്രമാണത്തിന്റെ ഉത്ഭവവും ഒക്കെ പൗരസ്ത്യ നാട്ടിലാണ്. എല്ലാത്തിനും ഉത്ഭവം നമ്മളാണെങ്കിൽ നമ്മളാണ് ആ മൗലിക രൂപത്തോടെ ഏറ്റവും വിശ്വസത പുലർത്തി മാതൃകയായി നിൽക്കേണ്ടത്. ഇതുകൊണ്ടാണ് നമ്മുടെ സഭ ആ തരത്തിൽ വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. കാര്യം മനസ്സിലായോ? ലിസിറ്റ് ഏത് ഇല്ലിസിറ്റ് ഏത് സഭയിൽ എങ്ങനെ എന്നൊക്കെ നിശ്ചയിക്കുന്നത് സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ കൈവശമുള്ള സഭ തന്നെയാണ്, അല്ലാതെ ഓരോ വൈദികനുമല്ല. കാര്യം ക്ലിയർ ആയോ? അപ്പം എന്തുകൊണ്ട് ഏത് ലിസിറ്റ് ഏത് ഇല്ലിസിറ്റ് എന്നൊക്കെ നിശ്ചയിക്കുന്നത് സഭയാണ്. സഭയെ അനുസരിക്കുമ്പോൾ നമ്മൾ ലിസിറ്റ് ആകും, സഭയെ അനുസരിക്കുന്നില്ലെങ്കിൽ ഇല്ലിസിറ്റ് ആകും. ഇത് വളരെ കൃത്യമാണ്. ഒന്നുകൂടി വ്യക്തമാക്കാം ആൾക്കാർക്ക്, സാധാരണക്കാർക്ക് വേണ്ടി. ഒരു കർമ്മം വിശുദ്ധ കർമ്മമാകണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ വേണം. ഒന്ന് ഉള്ളടക്കം, മറ്റൊന്ന് രൂപം. കണ്ടന്റ് ആൻഡ് ഫോം എന്ന് പറയും. കണ്ടന്റ് ആൻഡ് ഫോം. ഈ കോണ്ടന്റ്, ഈ ഉള്ളടക്കം തെറ്റിപ്പോയാൽ അസാധുവാകും, വിശുദ്ധ കർമ്മമാകില്ല. കർമ്മമാകും പക്ഷെ വിശുദ്ധമാകില്ല. രൂപം തെറ്റിപ്പോയാൽ, അതിൻ്റെ ഫോം തെറ്റിപ്പോയാൽ ഇല്ലിസിറ്റ് ആകും. ഇപ്പോൾ കല്യാണത്തിന് ഉള്ളടക്കമുണ്ട്, രൂപമുണ്ട്. ഉള്ളടക്കം എന്ന് പറഞ്ഞാൽ കൺസെൻ്റാണ്. അതായത് ഇവനെ ഞാൻ ഭർത്താവായി സ്വീകരിക്കുന്നു, ഇവളെ ഞാൻ ഭാര്യ സ്വീകരിക്കുന്നു, പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെയുള്ള സമ്മതം. അതാണ് അതിൻ്റെ ഉള്ളടക്കം. പക്ഷെ രൂപമുണ്ട്. ഉള്ളടക്കം മാത്രം ശരിയായി പോരാ, അതിനൊരു രൂപമുണ്ട്, അതിൻ്റെ സെലിബ്രേഷൻ രൂപമുണ്ട്. അതിൽ തെറ്റ് വന്നാൽ ആ കല്യാണം ഇല്ലിസിറ്റ് ആകും. ഇതുപോലെ തന്നെ പൗരോഹിത്യത്തിനുണ്ട്, ഇതുപോലെ തന്നെ കുർബാനയ്ക്കുണ്ട്. എല്ലാത്തിനും വാലിഡിറ്റി ഉണ്ട്, ലിസിറ്റി ഉണ്ട്, ലിസൈറ്റി. അപ്പോൾ സാധുവാകണം, നിയമാനുസൃതമാകണം. ഏതെങ്കിലും ഒന്നിന് തെറ്റിയാൽ ആ കർമ്മം വിശുദ്ധ കർമ്മമാകില്ല. അപ്പോൾ ഉള്ളടക്കത്തിൽ തെറ്റ് വന്നാൽ അസാധുവാകും കർമ്മം, രൂപത്തിൽ തെറ്റ് വന്നാൽ ഇല്ലിസിറ്റ് ആകും, നിയമാനുസൃതമല്ലാതാകും. രണ്ടും ചേർന്നാലേ അത് വിശുദ്ധ കർമ്മമാകൂ. ഇത് നിശ്ചയിക്കുന്നത് സഭയാണ്. സാധുവാകുന്നുള്ള വ്യവസ്ഥകൾ, ഉള്ളടക്കത്തിൻ്റെ വ്യവസ്ഥകൾ. കാരണം സ്വർഗരാജ്യത്തിന് താക്കോല് കർത്താവിശ്വസിക്കുക നേരിട്ട് സഭയെ ഏൽപ്പിച്ചിരിക്കുക, പത്രോസിനെ ഏൽപ്പിച്ചിരിക്കുക. അപ്പോൾ പത്രോസും ചേർന്ന് നിൽക്കുന്നവരാണ് ഈ സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ ഉപയോഗിച്ചിട്ട് ഏതൊക്കെ എങ്ങനെയൊക്കെ ചേരും, ഏതാണ് സാധു ഏതാണ് അസാധു എന്നൊക്കെ നിശ്ചയിക്കുന്നത്. കൂട്ടത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമുണ്ട്. ഈ വചനം ചത്തുപോയ വചനമല്ല, അടഞ്ഞ വചനമല്ല, മൃതമായ വചനമല്ല, ജീവിക്കുന്ന വചനമാണ്. എഴുതപ്പെട്ടതാണെങ്കിലും ജീവിക്കുന്നതാണ്. അത് ജീവിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം കൊണ്ടാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം അംഗീകരിക്കാത്തവരാണ് ഈ സഭ പുതിയ വിശ്വാസ സത്യങ്ങളോ വിശ്വാസ പ്രമാണത്തിലെ വകുപ്പുകളൊക്കെ വ്യാഖ്യാനിക്കുമ്പോൾ പെട്ടെന്ന് ഞെട്ടിപ്പോകുന്നത്. കാരണം അവർക്ക് പരിശുദ്ധാത്മാവ് ഒരാളല്ല, ദൈവത്തിൻ്റെ സർഗാത്മക ശക്തിയല്ല. ദൈവത്തിൻ്റെ ക്രിയാത്മക ശക്തി, സർഗാത്മക ശക്തി സഭയിൽ പ്രവർത്തിക്കുകയാണ്. സത്യത്തിൻ്റെ എല്ലാ പൂർണ്ണതയിലേക്ക് നയിക്കുന്നത് ഈശോമിശിഹയല്ല, പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവിനോട് സഭ തുറന്നിരിക്കുമ്പോൾ യേശുക്രിസ്തു പറഞ്ഞ പല വചനങ്ങളെയും പൊരുളുകൾ അതിന് തിരിച്ചറിവ് നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. ഇതിൻ്റെയൊക്കെ വെളിച്ചത്തിലാണ് സഭ ഓരോ കാര്യങ്ങൾ നിശ്ചയിക്കുന്നത്. ഈ സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ സഭയുടെ കൈവശമുണ്ടെന്ന് അംഗീകരിക്കണം. അതുപോലെ പരിശുദ്ധാത്മാവിന്റെ സർഗാത്മക ശക്തി സഭയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് അംഗീകരിക്കണം. അങ്ങനെ അംഗീകരിച്ചാൽ ആ സഭയോട് വിധേയപ്പെടുക, ആ വിശുദ്ധ ഉത്ഭവത്തോട് വിധേയപ്പെടുക. ഇതാണ് സഭയെ ഐക്യത്തിൽ നിർത്തുന്ന ഘടകം. കാര്യം ക്ലിയർ ആയോ? അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു സഭയിൽ ലിസിറ്റും ഒരു സഭയിൽ ഇല്ലിസിറ്റും ആയിരിക്കുന്നതിന് വ്യക്തമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് തിരിച്ചറിഞ്ഞാൽ മറ്റുള്ളവർ പങ്കുവെക്കാൻ നിങ്ങൾ ശ്രമിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പരമാവധി ആളുകളിലേക്ക് ഇത് എത്താനായിട്ട് നിങ്ങൾ നിങ്ങളുടേതായ തരത്തിൽ പ്രചരിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.